അങ്ങനെ ഡീമൺ സ്ലെയറിൻ്റെ ഹാഷിറ ട്രെയിനിങ് ആർക്ക് ഇപ്പോൾ തീർന്നിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന ഇൻഫിനിറ്റി കാസൽ അടക്കം ഏതാണ്ട് 3 പടങ്ങളും കൂടിയേ ഈ ഡീമൺ സ്ലെയറിന് ഇറങ്ങാൻ വേണ്ടി പോകുന്നുള്ളൂ. സോ ആ ഹാഷിറ ട്രെയിനിങ് ആർക്കിന് ശേഷം എന്താണ് ഡീമൺ സ്ലെയറിൽ സംഭവിച്ചത്, അതായത് ഇനിയുള്ള ഇൻഫിനിറ്റി കാസലിലൊക്കെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ ഓൾറെഡി മാങ്കയിലുണ്ട്. ആ മാങ്ക എക്സ്പ്ലനേഷനാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ മൊത്തം സ്പോയിലർ ആയിരിക്കും, കാരണം മാങ്ക അതേപോലെ തന്നെയാണ് ഇവർ അനിമയായിട്ട് എടുക്കുന്നത്. സോ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്. സോ ഇത് ഡീമൺ സ്ലെയർ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന കഥകളൊന്നും നോർമലായിട്ടുള്ള ഓഡിയൻസിന് മനസ്സിലായിന്ന് വരില്ല, കാരണം അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവുള്ളൂ. അങ്ങനെ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് മനസ്സിലാവുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം. ഇതുവരെ ഉള്ളതിൻ്റെ ചുരുക്കം ഞാൻ പറഞ്ഞുതരാം. അതായത് ഡീമൺ കിങ് എന്ന് പറഞ്ഞിട്ട് ഒരു രാക്ഷസനുണ്ട്. പുള്ളി ഒരു ഡീമണാണ്. അങ്ങനെ പുള്ളി എല്ലാവരും കടിച്ച് ഡീമൺസ് ആക്കിക്കൊണ്ടിരിക്കും. പുള്ളിക്ക് രാത്രി മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ. പുള്ളിക്ക് രാവിലെ ഇറങ്ങാൻ പറ്റത്തില്ല, കരിഞ്ഞില്ലാണ്ടായി പോകും സൺലൈറ്റ് കാരണം. അങ്ങനെ പുള്ളി കടിച്ചുണ്ടാക്കുന്ന ഡീമൺസൊക്കെ പുള്ളിക്ക് വേണ്ടി വർക്ക് ചെയ്യും. അങ്ങനെ ഈ ഡീമൺസൊക്കെ ഓരോ ഹ്യൂമൻസിനെ കടിച്ച് തിന്നുന്നോറും അവരുടെ പവേഴ്സ് കൂടും. അങ്ങനെ ഈ മെയിനായിട്ടുള്ള ഡീമൺ കിങ്ങിൻ്റെ പേരാണ് കിബുട്സുജി മുസാൻ. അങ്ങനെ പുള്ളി ഏതാണ്ട് നൂറ്റാണ്ടുകളായിട്ട് ജീവിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ ഈ ഡീമൺസിനെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ടീംസ് ഇറങ്ങും. അവരാണ് ഈ ഡീമൺ സ്ലെയർ കോപ്സ്. അങ്ങനെ ആ കോപ്പന്മാരിൽ ആ കോപ്സിൽ ഏറ്റവും ടോപ്പായിട്ടുള്ളവരാണ് ഈ ഹാഷിറാസ് എന്ന് പറയാം. ഈ ഹാഷിറ ആവാൻ വേണ്ടി കുറച്ച് ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഏറ്റവും ടോപ്പ്, അതായത് ആ ഡീമൺ സ്ലെയർ കോപ്സിൽ കുറച്ച് ടോപ്പായിട്ടുള്ളവരാണ് ഹാഷിറ. അങ്ങനെ ഇത് നൂറ്റാണ്ടുകളായിട്ട് നടന്നു ഡീമൺസിനെ നടന്നുകൊണ്ട് തന്നെ പോവാണ്. കാരണം ഇവർക്ക് ആർക്കും ഇതുവരെ ആ മെയിൻ കിങ്ങിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഹീറോ ടാൻജിറോ പുള്ളി എന്തോ പണിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പുള്ളിയുടെ ഫാമിലീനെ മൊത്തം കൊന്നിട്ടിരിക്കുകയാണ് ഒരു ഡീമൺ. പക്ഷേ അതിൽ പുള്ളിയുടെ അനിയത്തി മാത്രമേ രക്ഷപ്പെട്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അവളെ ഡീമൺ ആയിട്ടുണ്ടാവും. അങ്ങനെ അവളെ തിരിച്ച് വീണ്ടും മനുഷ്യനാക്കാനും പിന്നെ പുള്ളിയുടെ ബാക്കി ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ ഇങ്ങനെ ചെയ്ത ആ കിബുട്സുജി മുസാനായിട്ടുള്ള ഡീമണെ കൊല്ലാനും വേണ്ടിയിട്ടാണ് നമ്മുടെ ടാൻജിറോ ഒരു ഡീമൺ സ്ലെയർ ആവുന്നത്. അങ്ങനെ അവസാനം ഏതാണ്ട് ഇവരൊക്കെ കൂടി ചേർന്ന് ആ കിബുട്സുജി മുസാനെ പിടിക്കുകയാണ്. അപ്പോഴാണ് പുള്ളി ഒരു ചവിട്ടി എല്ലെണ്ണത്തിനെയും താഴേക്ക് ഇടുന്നത്. ഒരു കാസറ്റിൻ്റെ അകത്തേക്ക് ഇവരെല്ലാവരും വീഴുന്നത്. അവിടെ ആയിരിക്കും നമ്മുടെ ഹാഷിറ ട്രെയിനിങ് ആർക്ക് എൻഡായിട്ടുണ്ടാവുക. അതിൻ്റെ ബാക്കിയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഫസ്റ്റ് തന്നെ ആ കാസറ്റിലോട്ട് വീണുകൊണ്ടിരിക്കുന്ന ടാൻജിറോനാണ് കാണിക്കുന്നത്. പുള്ളിക്ക് ഈ സ്ഥലം ഏതാണെന്നൊന്നും മനസ്സിലാകുന്നില്ല. ഇത് ഏതെങ്കിലും ഒരു ഡീമൻ്റെ ബ്ലഡ് ഡീമൺ ടെക്നിക്ക് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്ഥലമാണോ എന്ന് പുള്ളി ആലോചിക്കുകയാണ്. അങ്ങനെ ടാൻജിറോ പറയാണ്, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്കറിയില്ല. ടമായോ മുസാനെ എങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അവർക്ക് എത്ര നേരം അവനെ അങ്ങനെ പിടിച്ച് വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും എനിക്ക് ഉടനെ ചെയ്യണമെന്ന് പറയാണ് പുള്ളി. അങ്ങനെ താഴെ വീണുകൊണ്ടിരിക്കുന്ന ടാൻജിറോ താഴോട്ട് നോക്കിയിട്ട് പറയാണ്, ഇങ്ങനെ വീഴുകയാണെങ്കിൽ താഴെ വീണ് ഞാൻ പീസാവും. അതിനു മുമ്പ് എന്തെങ്കിലും എൻ്റെ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ പുള്ളിയുടെ ഡ്രസ്സിൽ ഒരു കൈ വന്ന് പിടിക്കുകയാണ്. വേറെ ആരുമല്ല, ഗിയു ആണ്. അങ്ങനെ ഇവൻ വന്ന് പിടിച്ചുകൊണ്ട് ചെറുക്കൻ താഴെ വീണാതെ രക്ഷപ്പെടുകയാണ്. പെട്ടെന്ന് തന്നെ അങ്ങനെ നിൽക്കുന്ന ടാൻജിറോയുടെ ബാക്കിൽ കൂടെ ഒരു ഡീമൺ വന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ്. ഉടനെ തന്നെ ടാൻജിറോ ബ്രെത്ത് ഓഫ് വാട്ടർ ഫസ്റ്റ് ഫോം എന്ന് പറഞ്ഞ ഒരേറ്റ പോയിട്ട് പീസാക്കാണ് ആ ഡീമനെ. ഉടനെ തന്നെ ഗിയു മോനുസെ കഴിഞ്ഞിട്ടില്ല ബാക്കോട്ട് നോക്കെന്ന് പറഞ്ഞതും ഡസൺ കണക്കിന് ഡീമൺസ് പുള്ളിയുടെ മുമ്പിലേക്ക് വരികയാണ്. ഉടനെ തന്നെ ഗിയു ബ്രെത്ത് ഓഫ് വാട്ടർ 3rd ഫോമും ടാൻജിറോ ബ്രെത്ത് ഓഫ് വാട്ടർ 6th ഫോമും യൂസ് ചെയ്യാണ്. എന്നിട്ട് 2 എണ്ണം കൂടി ചേർന്ന് 7 എണ്ണത്തിന് അടിച്ച് പെരുത്ത് കളയാണ്. അങ്ങനെ അതുങ്ങളൊക്കെ കൊന്നതിന് ശേഷം ടാൻജിറോ ഈ ഗിയു എന്തെന്നാണ് എപ്പോഴും കോഴിക്ക് അപ്പിടാൻ മുട്ട പോലെ ഇങ്ങനെ നിൽക്കുന്നത്, എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പറഞ്ഞിട്ടൊക്കെ ചെയ്യണമെന്ന് പറയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ആ കാസലിൽ പെട്ടെടുക്കുന്ന ഒബനായിനെയാണ്. പുള്ളിനെ ഒരുപാട് ഡീമൺസ് ഇട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ദ ബ്രെത്ത് ഓഫ് സ്നേക്സ് 5th ഫോം യൂസ് ചെയ്യാണ്. എന്നിട്ട് പുള്ളിനെ ഓടിച്ച ഡീമൺസിനെയൊക്കെ കൊന്നിട്ട് എൻ്റെ കൊച്ചിനെ വിടറ പട്ടികളെ എന്ന് പറഞ്ഞിട്ട് പുള്ളി കനറോജിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഇത് കണ്ടത് കനറോജി എൻ്റെ 8 മാസം എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തെ അവിടെ നിന്ന് ഉള്ളിച്ചാടുകയാണ്. അതേസമയം നമ്മുടെ ഗ്യോമയും മ്യൂച്ചറിയും അവരുടെ മുമ്പിൽ വരുന്ന എല്ലാ ഡീമൺസിനെയും അടിച്ച് തകർത്ത് എങ്ങോട്ടോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗ്യോമയുടെ അടുത്ത് മ്യൂച്ചർ പറയാണ്, മാസ്റ്ററിന് എന്താണ് പറ്റിയെന്ന് ചോദിച്ചതും മാസ്റ്റർ പുള്ളിയുടെ ആഫ്റ്റർ ലൈഫിലേക്ക് പോയി കഴിഞ്ഞു. പുള്ളിയുടെ കടമ പുള്ളി നിറവേറ്റി, ഇനി നമ്മുടെ കടമ നമ്മൾ നിറവേറ്റണമെന്ന് പറയാണ് ഗ്യോമൈ. അപ്പോൾ തന്നെ മ്യൂച്ചർ പറയാണ്, ആ മുസാൻ ആദ്യം എൻ്റെ സഹോദരനെ എന്നിൽ നിന്നെടുത്തു, പിന്നീട് ഞാൻ അച്ഛനെ പോലെ കണ്ട എൻ്റെ മാസ്റ്ററിനെയും അവനെ ഞാൻ വെറുതെ വിടില്ലെന്ന് പറയാണ് മ്യൂച്ചറോ. അപ്പോൾ തന്നെ ദേഷ്യത്തോടെ ഗ്യോമയും നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത് അതുതന്നെയാണ്, നമ്മൾ അവനെ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാണ് പുള്ളി. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സാനമീനെയാണ്. പുള്ളി മാസ്റ്ററിനെ എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് സങ്കടത്തോടെ അവിടെ നിരാശയോടെ ഇരിക്കുകയാണ്. അപ്പം തന്നെ പുള്ളീനെ ഒരു ഡീമൺ അറ്റാക്ക് ചെയ്യാൻ വന്നതും ജസ്റ്റ് പുള്ളിയുടെ വാളെടുത്ത് ഒരൊറ്റ വീശൽ, അത് പീസായി പോവാണ്. ഉടനെ തന്നെ തലങ്ങുന്നും വിലങ്ങുന്നും ഒക്കെ ഒരുപാട് ഡീമൺസ് വരികയാണ്. അപ്പം തന്നെ കരഞ്ഞുകൊണ്ട് ചിരിച്ചിട്ട്
അവിടെ സാനമി നിങ്ങളുടെ എല്ലാം കോട്ടവായി ഇടാൻ പോവാണെന്ന് പറയാണ്. അതേസമയത്ത് ഇപ്പുറത്ത് ഇനോസ്കെ എന്താ നടക്കുന്നതെന്നൊന്നും അറിയില്ല. പക്ഷേ എനിക്കൊരു ട്രെയിനിങ് ആയെന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തിനെയും വെട്ടി നുറുക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് ഗന്യാണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്, ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയണേ, എൻ്റെ ചേട്ടൻ ആരെങ്കിലും കാത്തോണെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സെനിറ്റ്സു മാത്രം ആർക്കോ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുള്ളി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയാണ്, എനിക്ക് ആ ശബ്ദം കേൾക്കുന്നുണ്ട്, അത് അവൻ തന്നെയാണ്, തീർച്ചയായിട്ടും അവൻ ഇവിടെ ഉണ്ട്, ഒരിക്കലും അവനെ ഞാൻ മാപ്പ് കൊടുക്കില്ലെന്ന് പറഞ്ഞിട്ട് അവനെ തേടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സെനിറ്റ്സു. പിന്നെ കാണിക്കുന്നത് ഷിനോബുവിനെയാണ്. അങ്ങനെ ഷിനോബു പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബ്ലഡിൻ്റെ സ്മെല്ല് കിട്ടാണ്. തൊട്ടടുത്തുള്ള റൂം തുറന്നു നോക്കിയതും ഒരുപാട് സ്ത്രീകൾ അവിടെ മരിച്ചു കിടക്കുകയാണ്. ആരോ അവരെയൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഷിനോബു തിരിഞ്ഞ് നോക്കിയതും അത് വേറെ ആരുമല്ല, അപ്പർ റാങ്ക് 2 ഡീമണായിട്ടുള്ള ഡോമയായിരുന്നു അത്. അങ്ങനെ അവിടെ ഈ ഇൻഫിനിറ്റി കാസ്റ്റലിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് തീരാണ്. ഇനി അങ്ങോട്ട് ഹാഷിറാസായിട്ടുള്ള ഫൈറ്റാണ്. നോക്കാം എന്തൊക്കെ നടക്കുമെന്ന് ഇനി വരുന്ന ഇഷ്യൂസ്.